നമസ്കാരം, കാസിബായി ആണ്. അപ്പൊ കുറച്ച് ദിവസമായിട്ട് എനിക്ക് വലിയ വീഡിയോ ചെയ്യാൻ വലിയ മൂടൊന്നുമില്ല ഗൈസ്. ആകെ എന്തോ ഒരു ടയേർഡ്, വേറെ ഒന്നുമല്ല. കുറെ ദിവസമായിട്ട് കണ്ടിന്യൂ ഡ്യൂട്ടി തന്നെയാണ്, ഈ നൈറ്റ് ഡ്യൂട്ടി തന്നെയല്ലേ. അപ്പൊ അതിന്റെ തന്നെ ആയതുകൊണ്ട് ബുദ്ധിമുട്ടായിട്ടുള്ള ഏകദേശം ഒരു മാസം 10 ദിവസമൊക്കെ ആയി ഞാൻ കണ്ടിന്യൂ ഡ്യൂട്ടി എടുക്കുന്നത്. നൈറ്റ് ഡ്യൂട്ടി ആയതുകൊണ്ട് ക്ഷീണം കൂടുകയാണ്. അല്ലെങ്കിൽ 2-3 മാസമൊക്കെ നമ്മൾ ലീവ് എടുക്കാൻ ഡ്യൂട്ടി എടുത്തിട്ടൊക്കെ ഉണ്ട്. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാല് പിന്നെ പഴയ കാലമൊന്നും അല്ലല്ലോ, പ്രായമായി വരികയല്ല, അതിൻ്റെതായ ക്ഷീണം ഉണ്ടാവില്ല അല്ലേ. അപ്പൊ അതൊക്കെ അവിടെ നിൽക്കട്ടെ. പിന്നെ അപ്പൊ ഞാനിങ്ങനെ ചിലപ്പോൾ ചിന്തിക്കുവേ, നമ്മളിങ്ങനെ ക്ഷീണമെന്ന് പറയുമ്പോഴേ, ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ ആണെങ്കിലും പറഞ്ഞു വന്നൊരു കാര്യമായിരുന്നു അർജുന്റെ കാര്യം. അപ്പൊ അതിനെക്കുറിച്ച് ഞാനൊന്നും സംസാരിക്കുന്നില്ല, കാരണം എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അർജുനെ കുറിച്ചും മനാഫിനെ കുറിച്ചൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. നമ്മൾ അതിനെക്കുറിച്ചൊന്നും സംസാരിക്കുന്നില്ല. അപ്പം അതിന്റെ ഒപ്പം തന്നെ ചേർത്ത് വെക്കേണ്ട മറ്റൊരു കാര്യമാണ് ലോറി ഡ്രൈവർമാരുടെ ജീവിതം. അതായത് ഡ്രൈവേഴ്സിന്റെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ഡ്രൈവർമാരുണ്ട്. ഇപ്പം ഞാൻ ലോറി ഡ്രൈവർമാർ എടുത്തു പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ദീർഘദൂരങ്ങളിലൊക്കെ ദിവസങ്ങളോളം ഡ്യൂട്ടി എടുത്തു പോകുന്ന ആൾക്കാരുണ്ട്. ചിലപ്പോൾ അവർ മാറി മറിഞ്ഞൊക്കെ ആണെങ്കിൽ പോലും എത്രയോ ദിവസങ്ങളായിരിക്കും അവരിങ്ങനെ ഡ്രൈവിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഉറക്കവും ഊണൊന്നും ഇല്ലാണ്ട് ഊണുണ്ടാവുമായിരിക്കും, എങ്കിലും അവരുടെ കഷ്ടപ്പാട് ഭയങ്കര കഷ്ടപ്പാട് തന്നെയാണ്. ഇപ്പൊ നമ്മൾ ഈ അർജുന്റെ കേസാണെങ്കിൽ അർജുന് എവിടെയോ ദീർഘദൂരം പോകുമ്പോൾ വിശ്രമിക്കാൻ വേണ്ടിയിട്ട് എവിടെയോ വണ്ടി നിർത്തിയിട്ടുമ്പോഴാണല്ലോ ഈ അപകടം സംഭവിക്കുന്നത്. അപ്പൊ അതുപോലെ തന്നെ ഇപ്പൊ ഞാൻ ഇവിടുന്ന് ഡ്യൂട്ടി കഴിഞ്ഞ് പോകുമ്പോൾ എന്റെ വെയർ ഹൗസ് ഇവിടെ ഈ ഭാഗത്താണ്. അപ്പൊ ബീവറേജ് കോർപ്പറേഷനുള്ള ഗോഡൌൺ ആണ് അവിടെ. അപ്പൊ അവിടത്തേക്കുള്ള സാധനങ്ങളൊക്കെ വരുന്ന ഒരുപാട് ലോറികളുണ്ട്, വലിയ വലിയ വാഹനങ്ങൾ, നമ്മുടെ നാഷണൽ പെർമിറ്റ് ലോറികളൊക്കെ പോലത്തെ തമിഴ്നാട്ടിൽ നിന്നൊക്കെ വരുന്ന ലോറികളൊക്കെ ഇല്ലേ, അങ്ങനത്തെ വലിയ വാഹനങ്ങൾ, കണ്ടെയ്നറൊക്കെ വലിയ വാഹനങ്ങൾ കാണാറുണ്ട്. അപ്പൊ ചിലപ്പോൾ ഒരു ദിവസം 2 ദിവസം ഒന്നുമില്ല, ചിലപ്പോൾ ഒരാഴ്ച വരെ ചില വണ്ടികൾ അവിടെ കിടക്കുന്നത് കാണാം. ചിലപ്പോൾ ഈ അവധി ദിവസങ്ങളായതുകൊണ്ട്, ചിലപ്പോൾ ചിലർ പറഞ്ഞൊക്കെ എന്തോ ബില്ലിന്റെ പ്രശ്നം, അങ്ങനെ പല ഇത് പറഞ്ഞേക്കാം. അപ്പൊ ചിലപ്പോ അവരുമായിട്ട് പരിചയപ്പെടും കേട്ടോ. കാരണം ഞാൻ അവിടെ ഒരു ചെറിയ തട്ടുകടയുണ്ട്, ഒരു ഇക്കട തട്ടുകടയുണ്ട്. അപ്പൊ അവിടുന്ന് ഞാൻ ചായ കുടിക്കും. അപ്പൊ ചായ കുടിക്കുമ്പോൾ അവരിങ്ങനെ ലോറി നിർത്തിയിടുമ്പോൾ അപ്പൊ 1-2 ദിവസം ചായ കാണുമ്പോൾ എന്നോട് ചിലപ്പോൾ സ്വാഭാവികമായിട്ട് അവരെന്നോട് ചോദിക്കും, മോനെവിടെ ജോലി ചെയ്യുന്നത് എന്ന് ചോദിക്കും. അപ്പൊ ഞങ്ങൾ അവർ പരിചയപ്പെടും, ചേട്ടന്മാര് പരിചയപ്പെടും കേട്ടോ. അത് കുറെ തമിഴ്നാട്ടുകാരുണ്ടാവും, കുറെ കർണാടകക്കാരുണ്ടാവും, സ്വാഭാവികമായിട്ട് കുറെ മലയാളികളും ഉണ്ടാവും. അപ്പൊ ഒക്കെ ഇങ്ങനെ ചിലപ്പോൾ അവർ ഭക്ഷണം വെക്കുന്നത്, ചിലപ്പോൾ അതിൻ്റെ ഉള്ളിൽ തന്നെ ഭക്ഷണം വെക്കുന്നതാണ്, കുഞ്ഞ് സ്റ്റൗ പോലത്തെ സാധനം. നമുക്കറിയാം, ലോറിൻ്റെ ഉള്ളിൽ തന്നെ വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ തന്നെയാണ് അവർ ചോറും അവർക്ക് ഇഷ്ടമുള്ള കറികളൊക്കെ വെച്ചിട്ട് തന്നെ നമ്മൾ ഭക്ഷണം കഴിക്കുന്നതാണ് അവർ ചേർന്ന്. ഇപ്പോൾ ഡ്രൈവർ ആണെങ്കിലും ഡ്രൈവറെ കൂടെ ഒരാളും കൂടി ഉണ്ടാവുമല്ലോ, അപ്പോൾ അവരൊക്കെ ചേർന്നിരിക്കും. അല്ലെങ്കിൽ 1-2 ഡ്രൈവർമാരൊക്കെ ഒന്നിച്ച് വന്നിരുന്ന് ഭക്ഷണം കഴിക്കുന്ന കാണാം. ചിലപ്പോൾ അവർക്ക് ഈ പറഞ്ഞ മാതിരി വീടൊക്കെ അടുത്താണെങ്കിൽ പോലും ജസ്റ്റ് ഒന്ന് പോയിട്ട് വരാനൊന്നും പറ്റത്തില്ല. എപ്പോഴാണ് ഇതെന്ന് ക്ലിയർ ആയിട്ട് പോകാൻ പറ്റാത്തതുകൊണ്ടും ചില ആൾക്കാർ ദിവസങ്ങളാവും എന്ന് അറിയുമ്പോൾ ഈ വണ്ടി ഇവിടെ ഇട്ടിട്ട്, അല്ലെങ്കിൽ ഈ സ്റ്റേഡിയത്തിൽ ഇവിടെ കുറെ വണ്ടികൾ കാണാറുണ്ട്, അവിടെ ഇട്ടിട്ട് അവർ ചിലപ്പോൾ വീട്ടിൽ പോകുന്ന കാണാറുണ്ട്. അപ്പൊ അതൊക്കെയാണ് അവരുടെ ഇതെന്ന് പറയുമ്പോൾ. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ നമ്മുടെ ജോലിയിൽ വലിയ ഓരോ ജോലിക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ട്. ചിലർ പറയും നിങ്ങൾ അവിടെ ചുമ്മാ ഇരിക്കുകയെന്ന്. ചുമ്മാ ഇരിക്കൊന്നുമല്ല കേട്ടോ, നമുക്ക് പണിയുണ്ട്, ചില സമയത്ത് നല്ല പണിയുണ്ട്. എനിക്ക് ഇനിയിപ്പോ എന്റെ പണി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോ കുറെ വൃത്തിയാക്കണം, കഴുകണം, പിടിക്കണം ഒക്കെ ആകുമ്പോഴത്തേക്ക് ഒരു സമയമാവും. പിന്നെ വേസ്റ്റ് ക്ലിയർ ആക്കാനുണ്ട്, അങ്ങനെ എനിക്ക് എൻ്റെതായ പണികളും ഉണ്ട്. രാവിലെ വെൻഡേഴ്സ് വരും, അവർക്കുള്ള ചായകൾ റെഡിയാക്കണം, അവർക്കുള്ള പാക്ക് ചെയ്തെല്ലാം സെറ്റാക്കി കൊടുക്കണം. പിന്നെ എനിക്കെല്ലാം ക്ലിയർ ആണെന്നുള്ളൊരു കാര്യമാണ്. മറ്റൊന്ന് എനിക്ക് വൃത്തി കാര്യം, അതാണ് പ്രധാനപ്പെട്ടത്. പിന്നെ വേറെ ഒരു വെച്ച് കഴിഞ്ഞാൽ ഓടിപ്പാഞ്ഞ് നടക്കാനുള്ള സൗകര്യം ഇവിടെ തീരെ കുറവാണ്. ഈ പ്രാവശ്യത്തെ സ്റ്റാളിന് തീരെ കുറവായതുകൊണ്ട് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടാണ് എനിക്കിപ്പം ഭയങ്കര ടെൻഷനായിട്ടുള്ളൊരു കാര്യം. ചില സമയത്ത് ഇന്നിപ്പോൾ അത്യാവശ്യം സ്ഥലമൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ തന്നെയാട്ടോ. അപ്പൊ ഞാനതാ പറഞ്ഞത്, ഇപ്പൊ ഞാനീ മനസ്സ് വിചാരിക്കും ഏറ്റവും ടയർഡാവുന്നു, ക്ഷീണമാവുന്നു ഒക്കെ ഞാൻ വിചാരിക്കുമ്പോൾ ഞാൻ വിചാരിക്കണം, ഇങ്ങനത്തെ ജോലി ചെയ്യുന്ന ആൾക്കാരൊക്കെ എത്രയോ ദിവസങ്ങളാണ്, ചിലപ്പോൾ ദിവസം ഇങ്ങനെ ഓടി 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 കർണാടക, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട് അങ്ങ് ബോർഡിലൊക്കെ പോകുന്ന ആൾക്കാരുണ്ട്, പല സാധനങ്ങളെ കൊണ്ടൊക്കെ കണ്ണിൽ ഉറക്കം ഇല്ലാണ്ട്. ഒരിക്കൽ എനിക്കൊരു എറണാകുളത്ത് നിന്ന് ഇങ്ങോട്ടേക്ക്, ഇപ്പോഴൊന്നുമില്ല, കുറേ വർഷം മുമ്പ് എറണാകുളത്ത് ഇങ്ങോട്ടേക്ക് ഒരു ലോറിയിൽ വരാൻ ഒരു അവസരം കിട്ടി. അതായത് പരിചയമുള്ളൊരു വണ്ടിയിൽ, ലോറിയിൽ. എൻ്റെ മക്കളെ, ഞാനിവിടെ എത്തിയപ്പോഴത്തേക്ക് തലശ്ശേരി വരെ ഇറങ്ങി എത്തിയപ്പോഴത്തേക്ക് ഞാനങ്ങ് എന്താ പറയാ, മടുത്ത് ഒന്ന് എത്തിയാൽ മതിയായിരുന്നു. പക്ഷെ ട്രെയിനിലൊന്നും വരുമ്പോൾ ക്ഷീണം അറിയില്ല. എനിക്ക് ബസ്സിൽ ഭയങ്കര ടയേർഡാകും. ഞാൻ ലോറിയിൽ വന്നിട്ട് അപ്പം ഞാനിങ്ങനെ ആ ചേട്ടനോട് പറഞ്ഞത്, എൻ്റെ ചേട്ടാ ഞാൻ മടുത്ത് ഉപ്പാടറിഞ്ഞു. അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു, ഞങ്ങളൊക്കെ എത്രയോ ദൂരങ്ങൾ ഓടുന്നിട്ടാണ്, നീ ഇവിടെ എത്തിയപ്പോഴത്തെ മടുത്തു പോയത്. അപ്പൊ ശരി തന്നെയാണ് അതിന്റെ ഒരു കാര്യം. പിന്നെ അവരവരുടെ ജോലിയുടെ ഭാഗമാണ്. അപ്പൊ അങ്ങനെയൊക്കെ ഓർക്കുമ്പം ഈ അർജുന്റെ കേസുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ ഓർക്കുമ്പോൾ ചേർത്ത് വെക്കേണ്ട ഇത് പിന്നെ നമ്മുടെ ലോറി ഡ്രൈവർമാരുടെ ജീവിതം എന്നൊക്കെ പറഞ്ഞാല് ആണ് കേട്ടോ. അവർ ഭക്ഷണമൊക്കെ വെക്കുന്നത് കാണാൻ അവർ ആ ചെറിയ സൗകര്യത്തിനുള്ളിൽ ഇരുന്നുകൊണ്ട് ചെറിയ അടുപ്പും ഗ്യാസും പാത്രം. ഞാൻ കഴിഞ്ഞ ദിവസം ചേട്ടൻ
ചിരട്ടപ്പുട്ട് ഉണ്ടാക്കുന്നുണ്ട്. കുഞ്ഞ ചിരട്ട ഇതില്ലേ, അതിനകത്ത് പുട്ടൊക്കെ ഉണ്ടാക്കിയിട്ട് കുഞ്ഞു കറികളൊക്കെ ഉണ്ടാക്കി അവർ എന്നിട്ട് കഴിക്കാൻ എന്നോട് ചോദിച്ചു വേണമെന്നൊക്കെ ചോദിച്ചു. അപ്പം അങ്ങനെയൊക്കെ നോക്കുമ്പോൾ എവിടെ ഈ അർജുൻ്റെ കേസ് ഇങ്ങനെ വന്നപ്പോൾ എനിക്ക് പെട്ടെന്ന് അവരെയൊക്കെയാണ് എൻ്റെ മനസ്സിൽ ഓർമ്മ വരുന്നത്. എത്രയോ ദിവസങ്ങൾ കുടുംബം വീടൊക്കെ വിട്ട് ജോലിയായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ പോകുന്നതെന്ന് അറിയാമോ. അപ്പം നമ്മളിങ്ങനെ ടയേർഡാകുന്ന സമയത്ത് നമ്മളിപ്പോൾ എന്തൊരു അസുഖം വരുമ്പോഴോ അല്ലെങ്കിൽ നമുക്ക് എന്ത് വരുമ്പോഴും നമുക്ക് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് വരുമ്പോഴോ അല്ലെങ്കിൽ നമ്മളെ വീട് നോക്കി കാണുമ്പോഴൊക്കെ ഞാനിപ്പം ചിന്തിക്കുന്ന ഒരു കാര്യം എന്നെക്കാട്ടില്ലാത്ത എത്രയോ ആൾക്കാരുണ്ടെന്നാണ് ചിന്തിക്കുന്നത്. അപ്പം എന്തോ ഒരു സമാധാനം നമുക്ക് മനസ്സിൽ കിട്ടും. നമ്മൾ താഴെത്തട്ടിലുള്ളവരെ നോക്കി നമ്മൾ ജീവിക്കുമ്പം നമ്മൾ എപ്പോഴും രാജാവാണെന്ന് ഒരു ചിന്തയാണ് നമുക്ക് വരുന്നത്. അപ്പം അങ്ങനത്തെ ചിന്തകൾ എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. പുതിയ വിശേഷമായിട്ട് വീണ്ടും വരാം. എല്ലാവരും സ്നേഹം മാത്രം. ബൈ.